അപ്പോൾ നമ്മുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയ നമ്മുടെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫുക്കറ്റും ക്രാബിയും കവർ ചെയ്യാനാണ്. പിന്നെ നമ്മൾ ക്രാബിയിൽ എത്തിയിട്ട് അവിടുത്തെ ഐലൻഡ് ടൂറും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്രാബിയിൽ എത്തിയിട്ടാണ് ഐലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എയർപോർട്ടിൽ എത്തിയപ്പം അവിടുത്തെ ഒരു ഏജൻസിക്കാർ നമ്മളെ അടുത്ത് പറഞ്ഞു നല്ലൊരു പാക്കേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ വീണുപോയി. അങ്ങനെ ഞങ്ങൾ അവർ പറഞ്ഞത് വിശ്വസിച്ച് ഞങ്ങളുടെ പ്ലാൻ മാറ്റി ഞങ്ങൾ നേരെ പുക്കറ്റിൽ നിന്നും ഓൾഡ് പുക്കറ്റ് ടൗൺ, അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നും റസ്ഡാപിയർ ജെട്ടി, അവിടെ നിന്ന് നേരെ ഒരു ജെട്ടി വിളിച്ച് പിപ്പി ഐലൻഡ്, പിന്നെ പിപ്പി ഐലൻഡിൽ നിന്നും വേറൊരു സ്പീഡ് ബോട്ട് അല്ലെങ്കിൽ ലോങ് ഐലൻഡ് ബോട്ട് വഴി ക്രാബി എത്താനുള്ള വഴികൾ നമുക്ക് ആദ്യം പറഞ്ഞുതരാം. നമ്മൾ അവസാനം പട്ടായയിൽ നിന്നായിരുന്നു. പട്ടായയിൽ നിന്ന് നമുക്ക് വീണ്ടും ബാങ്കോക്കിലേക്ക് വരേണ്ടി വന്നു. കാരണം ബാങ്കോക്കിൽ നിന്നാണ് ഫ്ലൈറ്റ് പുക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ്. നമുക്ക് പുക്കറ്റിൽ എത്തിയിട്ട് നമ്മൾ പുക്കറ്റിൽ നിന്ന് പിന്നെ ജെട്ടി ബോട്ടൊക്കെ പിടിച്ചിട്ട് ഐലൻഡ്സിലേക്ക് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുക്കറ്റിലേക്ക് എത്താൻ അത്ര പാടൊന്നുമില്ല, ഫ്ലൈറ്റ് ഈസിലി അവൈലബിൾ ആണ്. ഒരു 1.5 hours ഡ്യൂറേഷനുള്ളൂ. ഫ്ലൈറ്റ്സ് കോസ്റ്റ് അറൗണ്ട് നമുക്ക് ഒരു $80 കിട്ടിയായിരുന്നു. $80 4,500 ഒക്കെ കിട്ടും. അത് ബസ് സർവീസ് പോലെ അവിടെ എത്ര എളുപ്പമായിട്ട് നമുക്ക് കിട്ടാവുന്ന കാര്യമാണ്. ഈ വീഡിയോയിൽ കണ്ടില്ലേ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫേ, ഇതൊക്കെ പുക്കറ്റിലുണ്ടായ കഫേസാണ്. അങ്ങനെ ഇഷ്ടംപോലെ കഫേസ് ഉണ്ട് അവിടെ. നമുക്ക് കയറുമ്പോൾ പല നല്ല വെറൈറ്റി ഡിസൈൻസ് ഉള്ള കഫേ. പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് നമ്മൾ കുറച്ച് ക്രോയിസൻസ്, പിന്നെ അതുപോലെ തന്നെ ഷെയ്ക്ക്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ പോയിന്റ്, നമ്മൾ പട്ടായയിൽ നിന്നും എങ്ങനെ പുക്കറ്റിലേക്ക് എത്തി എന്നുള്ളത്. അപ്പോൾ പട്ടായയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ടാക്സി വിളിച്ചിട്ടാണ് ബാങ്കോക്കിലേക്ക് എത്തിയത്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഏർലി മോർണിംഗിലായിരുന്നു ഫ്ലൈറ്റ്. അറൗണ്ട് 8:30 ഒക്കെ ആയിരുന്നു ഫ്ലൈറ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ 5:30 AM ഇറങ്ങിയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ നേരത്തെ എൻ്റെ 5:30 AM റെഡി. നമ്മൾ ടാക്സിയാണ് ബുക്ക് ചെയ്തത്. ടാക്സി അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. നമുക്ക് ടാക്സി കിട്ടിയ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1700 തായ് ബാട്ട്, അതായത് ഏകദേശം ഒരു നാട്ടിലെ ഒരു 4,000 രൂപയ്ക്കൊക്കെ അടുത്ത് വന്നിട്ടുണ്ട്. അത്രയും പൈസ കൊടുത്തിട്ടാണ് നമുക്ക് 2 hours ജേർണി ഉണ്ടായിരുന്നു. 2 hours ജേർണിയിലാണ് നമ്മൾ ടാക്സി ഡയറക്റ്റ് ബുക്ക് ചെയ്ത് നേരെ ബാങ്കോക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് എത്തിയത്. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഫുക്കറ്റിൽ നിന്ന് അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് റെയിലെ ക്രാബി ആയിരുന്നു. പക്ഷെ നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ നമ്മൾ അവിടെ ഒരു പെണ്ണ് നമ്മളെ പറ്റിച്ചു. എന്തായാലും ഞങ്ങൾ ഓൾഡ് ടൗണിൽ നിന്ന് നേരെ ജെട്ടിയിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. അതിന് നമ്മൾ ടുക്ടുക്കാണ് എടുത്തത്. ഗൈസ്, ഇതാണ് ഫേമസ് ടുക്ടുക്ക്. നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ തന്നെ കുറച്ചും കൂടി വലിപ്പമുണ്ട്. നമുക്ക് ചെറിയ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റസ്ഡാപിയറിലെത്തി. ഇതാണ് ബോട്ട് ജെട്ടി. അവിടുന്ന് നമ്മൾ നേരെ ജെട്ടി വിളിച്ചിട്ട് നമ്മൾ പോകുന്നത് പിപ്പി ഐലൻഡിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ജെട്ടിൽ നിന്നും നമ്മുടെ പിപ്പിയിലേക്ക് ഒരു 2.5 മണിക്കൂർ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഏകദേശം 3 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2:30 റിപ്പോർട്ട് ചെയ്യുന്നത്. 2:30 PM എത്തി 3 മണിക്ക് ജെട്ടി എടുക്കും. അങ്ങനെ 2.5 hours കഴിഞ്ഞ് നമ്മൾ 5:30 എത്തും എന്നുള്ള വിശ്വാസത്തിലാണ് എത്തിണ്ടായിരുന്നത്. ഇവിടെ ഞങ്ങൾക്ക് പറ്റിയ ചതി അല്ലെങ്കിൽ ട്രാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവരെയും വിശ്വസിച്ച് നമ്മൾ 5:30 PM പിപ്പിയിലെത്തി അവിടെ നിന്ന് ഒരു ലോങ് ഐലൻഡ് അല്ലെങ്കിൽ സ്പീഡ് ബോട്ട് എടുത്ത് നേരെ ക്രാബിയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ റെയിൽവേയിലാണ് റൂമൊക്കെ അന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ട്വിസ്റ്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെറി ഇത്തിരി ഡിലേ ആയി. ഒരു 6 PM ആയപ്പോഴാണ് നമ്മൾ പിപ്പി ഐലൻഡിൽ എത്തിയത്. അങ്ങനെ പിപ്പി ഐലൻഡിൽ എത്തിയിട്ട് അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് പിന്നെ നമുക്ക് ക്രാബിലേക്കോ റെയിലിലേക്കോ അന്നത്തെ ദിവസം ഫെറിയോ സ്പീഡ് ബോട്ടോ അത് ലോങ് ഐലൻഡ് ബോട്ടോ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി ട്രാപ്ഡായി. നമ്മൾ ഈ നമ്മുടെ ഏജൻസീനെ നമുക്ക് ബുക്ക് ചെയ്തിരുന്ന ആ ബോട്ട് ബുക്ക് ചെയ്യുന്ന ഏജൻസീനെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു സോറി, അവർക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി ട്രാപ്ഡായി. പക്ഷേ ആക്ച്വലി ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി എ റിയലി ബ്യൂട്ടിഫുൾ ഡേ. ബിക്കോസ് നമ്മൾ പിപ്പി ഐലൻഡിനെ പറ്റി നമുക്ക് അധികം ധാരണ ഉണ്ടായിരുന്നില്ല. നമ്മൾ ക്രാബിനേക്കാളും കൂടുതൽ ആക്ച്വലി ടൈം സ്പെൻഡ് ചെയ്യുന്നത് പിപ്പി ഐലൻഡ് ആയിരുന്നു. പിപ്പി ഐലൻഡ് എത്തുമ്പോഴുള്ള വിശേഷങ്ങൾ നമ്മൾ പറയാം. ഇപ്പോൾ നമ്മൾ എത്തിക്കുന്ന ഒരു ബോട്ടാണ്. ഇതാണ് ജെട്ടി സർവീസസ്. നമ്മുടെ റസ്ഡാപിയർ അല്ലെങ്കിൽ ഓൾഡ് പുക്കറ്റ് ടൗൺ ടു റസ്ഡാപിയറിൽ നിന്നുള്ള പിപ്പി ഐലൻഡിലേക്കുള്ള ആ ബോട്ട്. ഇവിടെ സ്പീഡ് ബോട്ടിൽ നമുക്ക് അത്യാവശ്യം ചെറിയ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ്. ഫുഡ്, ഡ്രിങ്ക്സ്, പിന്നെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. AC ഉണ്ട്. പക്ഷേ നമുക്ക് അത്ര ഒരു ലക്ഷറി സർവീസ് ആയിട്ട് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പെർ പേഴ്സൺ 800 തായ് ബാട്ടാണ് നമുക്ക് ഫെറിക്ക് വന്നത്. അങ്ങനെ നമ്മൾ പിപ്പി ഐലൻഡിൽ എത്തി. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഒരു 100 തായ് ബാട്ട് ചാർജ് ചെയ്തു 2 പേർക്കും കൂടിയിട്ട്. അതൊന്നുമല്ല, ഇവിടെ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഒരുപാട് വേസ്റ്റ് ഇടുന്ന കാരണം അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ എല്ലാവരുടെയും നിന്നും പൈസ വാങ്ങുന്നത്. എല്ലാവരുടെയും നിന്നും വാങ്ങുന്നുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു
ടൈം പ്രൈസാണ്. നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് ഐലൻഡ് ടൂറൊക്കെ പോകുന്നതിനും തിരിച്ചു വരുന്നതിനൊന്നും നമ്മൾ വാങ്ങുന്നില്ല. അപ്പോൾ ഇതാണ് ഗൈസ് പിപ്പി ഐലൻഡിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കാണാം, നല്ല രസമാണ്. നമുക്ക് ഐലൻഡും നല്ല നീല കളർ, ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല നമ്മുടെ സിനിമയിൽ കാണുന്ന പോലെ ആ നീല കളർ നമുക്ക് എടുത്ത് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ബോട്ട് എപ്പോഴാണെന്നുള്ളത് ചോദിക്കാനായിട്ട് പോയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് 5:30 ശേഷം ഇനി ഫിഫി ഐലൻഡിൽ നിന്ന് ക്രാബിയിലോട്ടൊന്നും ഫെറി സർവീസസ് അവൈലബിൾ അല്ല. പിന്നെ ആകെ കൂടി പോകാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ലോങ് ഐലൻഡ് ബോട്ട് ഹയർ ചെയ്യാം. പക്ഷെ അത് വളരെ എക്സ്പെൻസീവ് ആണ്. അതിന് ഏകദേശം 8,000 to 7,000 to 8,000 തായ് ബാട്ടാണ്. അത് നമ്മുടെ നാട്ടിലൊരു 15,000 ഇന്ത്യൻ റുപ്പീസ് ആക്ച്വലി കോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ പ്ലാൻ എന്തായാലും ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അന്ന് നൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള റൂം സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ അഗോഡ വഴിയാണ് ബുക്ക് ചെയ്തത്. 1,300 തായ് ബാട്ടാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ നേരെ മയേഡ ഹോട്ടലിലേക്ക് പോവാണ്. ആക്ച്വലി ഞങ്ങൾ കുറേ വിഷമിച്ച് ഇവിടെ ട്രാപ്പായതിനെ പറ്റിയിട്ട്. പക്ഷേ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ക്രാബിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ് എന്ന് പറയുന്നത് പിപ്പി തന്നെയായിരുന്നു. ഹോട്ടലിലേക്ക് പോകാനുള്ള ദൂരമൊക്കെ നല്ല രസമാണ്. നല്ലൊരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെയാണ്, ചെറുത്. പിന്നെ നമുക്ക് ഗായ്സ് ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. കഞ്ചാവ് തൊട്ട് എന്ത് വേണം, യു നെയിം ഇറ്റ്, അത് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ആ സ്ട്രീറ്റിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ആക്ച്വലി ടയേർഡായിരുന്നു. നമ്മൾ ഹോട്ടൽ അന്വേഷിച്ച് നടക്കാൻ, ഒരു ഐലൻഡ് ആയ കാരണം നമുക്ക് എല്ലാം നടക്കാനുള്ള ദൂരമുള്ളൂ. നമുക്കങ്ങനെ ഇവിടെ വേറെ വെഹിക്കിൾസ് ഒന്നും അവൈലബിൾ അല്ല, നമുക്ക് നടന്നു പോകാമെന്നുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ പിപ്പി മയ്യട എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് എത്തി. ഇവിടെ എത്തിയ പാടെ നമ്മൾ എങ്ങനെ നമുക്ക് റെയിൽവേ ക്രാബിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇടായിരുന്നു. കാരണം നമ്മുടെ ഹോട്ടലും റൂമൊക്കെ ബുക്ക് ചെയ്ത് അവിടെയായിരുന്നു. അപ്പം നമ്മൾ കുളിച്ച് ഫ്രഷായി നമ്മൾ അത് അന്വേഷിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ നമുക്ക് മനസ്സിലായി ഇനി നാളെ ഉള്ളൂ നമ്മുടെ സർവീസസ് എല്ലാം, ബോട്ട് സർവീസസ് എല്ലാം. കാരണം ഇവിടെ ഐലൻഡ് കാരണം ബോട്ട് സർവീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നാളെ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തായാലും തീരുമാനിച്ചു, എന്തായാലും നമുക്ക് ഐലൻഡ് ടൂർ ഉണ്ട്, എന്നാൽ പിന്നെ പിപ്പിയിൽ നിന്ന് നമുക്ക് ഐലൻഡ് ടൂർ ആക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ തായ്ലൻഡ് ഐലൻഡ് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 ഐലൻഡ് ടൂർസ് ഉണ്ട്. പിപ്പി ഐലൻഡ് ടൂർസ് ഉണ്ട്, ജെയിംസ് ബോണ്ട് ഐലൻഡ് ടൂർ ഉണ്ട്, അതുപോലെ തന്നെ 7 ഐലൻഡ്സ് എന്ന് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്. അങ്ങനെ ഇതൊക്കെയാണുള്ളത്. അപ്പോൾ എന്തായാലും പിപ്പിയിൽ എത്തിയ സ്ഥിതിക്ക് നമ്മൾ അത് എന്തായാലും നമുക്ക് കാണാമെന്ന് വിചാരിച്ചിട്ട് അതും അന്വേഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ അന്വേഷിച്ചെത്തിയത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെ പാക്കേജ് എടുക്കാം എന്നായിരുന്നു തീരുമാനം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു പാക്കേജ് എടുത്തു. പിപ്പി ഐലൻഡ് ട്രിപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിൽ കവർ ചെയ്യുന്നത് മങ്കി ബീച്ച്, വിക്കിംഗ് കേവ്, പിലി ബേ, ലോസാമ ബേ, മായ ബേ, പിന്നെ സൺസെറ്റ് പോയിന്റ്, പ്ലാങ്ടൺ, ഇതൊക്കെയായിരുന്നു അവിടെ കവർ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതിന് നമുക്ക് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 450 per person ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അവിടെ സ്നോർക്ലിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ എക്സ്ട്രാ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. മോർണിംഗ് 9:30 to 1:30 വരെയായിരുന്നു നമ്മളുടെ ഐലൻഡ് ട്രിപ്പിൻ്റെ ടൈം എന്ന് പറയുന്നത്. അങ്ങനെ അവിടുന്ന് തന്നെ നമ്മൾ ക്രാബിയിലോട്ടുള്ള ഫെറിയും ബുക്ക് ചെയ്തു. ഫെറിക്ക് കോസ്റ്റ് അറൗണ്ട് 650 ആയിരുന്നു per person വന്നേ. അങ്ങനെ നമ്മളെല്ലാം ബുക്ക് ചെയ്തതിന് ശേഷം നേരെ പിപ്പി ഐലൻഡ് കറങ്ങാൻ വേണ്ടിയിട്ട് അവിടുത്തെ നൈറ്റ് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങി. അതാ നോക്കൂ, കഞ്ചാവല്ലേ അത്. ഇതുപോലെ സുലഭമാണ് കേട്ടോ അവിടെ കഞ്ചാവ് എന്ന് പറയണത്. അങ്ങനെ ഈ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ നടന്നപ്പോൾ നമുക്ക് പിപ്പിയോടുള്ള ഒരു ഇഷ്ടം കൂടി. കാരണം ഇവിടുത്തെ ആ സ്ട്രീറ്റും ഭംഗിയും ലൈറ്റ്സും ഒക്കെ കൂടി നമുക്ക് ആ ഒരു ആംബിയൻസ് വളരെ ഇഷ്ടമായി. വളരെ ആക്സിഡൻ്റ് ആയിട്ട് നമ്മളിവിടെ വന്നു വിട്ടതാണെങ്കിലും ഈ സ്ഥലത്തോടുള്ള ഒരു നമുക്ക് കാണുമ്പോൾ അവിടുത്തെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടമായി തുടങ്ങി. നടന്നപ്പോഴാണ് നമ്മുടെ ഒരു മലയാളത്തിലൊരു ബോർഡ് വെച്ചിരിക്കുന്നത്, ഫഹദ്ക്കയുടെ എടാ മോനെ വാ ഡൈവ് പോവാം. അപ്പൊ മനസ്സിലായി ഇവിടെ ഏതോ ഒരു സ്കൂബ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ മലയാളിയാണെന്ന്. അമ്പാനെ ശ്രദ്ധിക്കേണ്ടേ. നമ്മൾ പക്ഷെ കൂടുതൽ അവിടെ അന്വേഷിക്കാൻ നിന്നില്ല, കാരണം രാത്രിയായിരുന്നു, ഒരു 8:30 ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നില്ല. പിന്നെ നമ്മൾ നടന്നു, വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് നടന്നു. കാരണം നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, നമ്മൾ ഭയങ്കര ടയർഡായിരുന്നു ഓൾറെഡി. അങ്ങനെ കഴിക്കാന്ന് വെച്ചിട്ട് നമ്മൾ നടന്ന് ഈ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ നമ്മുടെ ഇതിന്റെ സെന്ററിലെത്തി. അതായത് പിപ്പിയിലേക്ക് വരുമ്പോൾ ആദ്യം ആൾക്കാർ കാണുന്ന ഒരു പോർട്ടിന്റെ ഒക്കെ ഭാഗമാണ് ഈ ഭാഗം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു സ്റ്റിക്കി മാംഗോ പുഡിംഗ് റൈസ് ആ ഒരു സാധനം കഴിച്ച്, അത് നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു പട്ടായെന്ന്. നമുക്ക് ഒന്നും കൂടി ഇഷ്ടമായിരുന്നു. ഇവിടുന്ന് വീണ്ടും കഴിച്ച് ഒരു ഷേക്കൊക്കെ കുടിച്ച് പിന്നെയും നമ്മൾ സ്ട്രീറ്റ് നടക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് മനസ്സിലായേ ഇവിടെ ഫയർ ഡാൻസ് ഉണ്ട്, ഇവിടെ നൈറ്റ് ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിലൊക്കെ പാട്ടാവെന്ന് വെച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ അപ്പോൾ നല്ല അടിപൊളി വൈബ്, വളരെ അടിപൊളിയായിട്ടുള്ള ഒരു നൈറ്റ് ലൈഫ് തന്നെയാണ് ഇവിടെ. ഒരുപാട് പബ്ബുകളും ഡാൻസിങ്ങുകളും കുറേ ആക്ടിവിറ്റീസും, ഫയർ ഡാൻസ്, അതുപോലെ തന്നെ കുറേ ഗെയിംസ് നമ്മൾ ജയിക്കുന്നത് കണ്ടു. ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വളരെ ഇഷ്ടമായി. നല്ല ലൈവായിട്ടുള്ള ഒരു നൈറ്റ് ലൈഫ് ഉള്ളൊരു ഐലൻഡ് തന്നെയായിരുന്നു പിപ്പി.
വളരെ ഫൺ ആക്ടിവിറ്റീസ് ആയിട്ടാണ് അവർ ഈ ഗെയിംസ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ബിയർ, അതുപോലെ ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ഗെയിംസിന് ഒരു എൻട്രി ഫീസ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആയിരുന്നു. ഒരുപാട് ഫോറിനേഴ്സ് വന്നവരും എല്ലാവരും അത് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമായിരുന്നു. നമുക്കറിയാത്ത ആൾക്കാർ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ. പിന്നെ അവിടെ വേറെ അവരുടെ ഫയർ ഡാൻസ് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് അവർ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടി ഞാനതിലൊരു ഗെയിമിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ അടപടലം മുഞ്ചി നിങ്ങൾക്ക് കാണാം, ഞാൻ ഫെയിലായി. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ പിന്മാറി പിന്നിലേക്ക് നടന്നു. പിന്നെ നമ്മൾ വീണ്ടും ഇതെല്ലാം കഴിഞ്ഞ് രാത്രി വാക്കിംഗ് സ്ട്രീറ്റ് നടന്നു വിചാരിച്ചു മസാജ് ചെയ്യാം. കാരണം എന്തായാലും തായ്ലൻഡ് വന്ന് മസാജ് മിസ് ഔട്ട് ചെയ്യരുത്, എന്തായാലും ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ രണ്ടുപേരോട് ഒരു കപ്പിൾസ് മസാജ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് ആ ഒരു ലൊക്കേഷൻ അന്വേഷിച്ചിറങ്ങി. നമ്മൾ അങ്ങനെ ഒരു മസാജ് പാർലർ കണ്ടു, അവിടെ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ വന്നത് നമുക്ക് ഒരാൾക്ക് 350 തായ് ബാട്ടാണ് പെർ പേഴ്സൺ വന്നത്. പക്ഷേ അവർ ഫുൾ ബോഡി, അതായത് നമ്മുടെ ലെഗ് തൊട്ട് നമ്മുടെ നെക്ക് വരെ ഫുള്ള് മസാജ് ചെയ്ത് ഒരു 1 hour നമുക്ക് മസാജ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള മസാജാണ്. നമുക്ക് നമ്മുടെ ഒരു റിലാക്സിങ് ഫീലാണ് നമുക്ക് അത് കഴിഞ്ഞ് കിട്ടുന്നത്. ഒരു ഓയിലൊക്കെ പറ്റിയിട്ടാണ് ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ അവിടെ വീഡിയോ എടുക്കാൻ സമയത്താണ് നമ്മൾ ആ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ എന്തായാലും മസാജ് ചെയ്യാം. പിന്നെ ഇവിടെ കുറേ ടാറ്റു പാർലറുകൾ, പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കഞ്ചാവുകൾ, പിന്നെ അതുപോലെ തന്നെ ഗെയിംസ്, ഡ്രിങ്ക്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഈ ഐലൻഡിൽ. പിന്നെ അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്യാനൊക്കെ നല്ലതാട്ടോ. ഇവിടുത്തെ പൈസ അങ്ങനെ അത്ര കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് ഇതിനും കൂടി ചീപ്പായിട്ടാണ് തോന്നിയത്. നമ്മൾ ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്ക് ഇതിനു വേണ്ടി ഷോപ്പിംഗ് ചെയ്തതിനോളം വളരെ പൈസ കുറവായിട്ടാണ് ഇവിടുത്തെ ഷോപ്സിലെ റേറ്റ്സ് ഒക്കെ പറയുന്നത്. സ്പെഷ്യലി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഐലൻഡിൽ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളായിരിക്കും ഇവിടെ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ ഏർലി മോർണിംഗ് ആയി നമ്മൾ കുളിച്ച് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ നിൽക്കുന്ന സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. തായ് ഫുഡുകളായിരുന്നു, പക്ഷേ ഒരുപാട് ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമുക്ക് ഒരുപാട് നല്ല നല്ല ഐറ്റംസ് ട്രൈ ചെയ്യാൻ പറ്റി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് ബാഗ് നമ്മൾ ഹോട്ടലിൽ തന്നെ വെച്ചിട്ട് ഐലൻഡ് ടൂറിന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഐലൻഡ് ടൂറിന് നമ്മൾ ഇങ്ങനത്തെ ഒരു ലോങ് ഐലൻഡ് ബോട്ടിലാണ് പോകുന്നത്. ഇതിൽ ഒരു 6-7 ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ അതിലിങ്ങനെ പോയിട്ട് അവരിങ്ങനെ ഓരോ പറഞ്ഞ ലൊക്കേഷൻസിലേക്ക് ഉണ്ട്. നമ്മൾ ഹാഫ് ഡേ പാക്കേജ് എടുത്ത കാരണം നമുക്ക് 9:30 to 1:30 PM ആണ് നമ്മുടെ ബോട്ടിലുള്ള ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന പരിപാടികൾ. അപ്പോൾ നമ്മൾ ബാഗൊക്കെ ഹോട്ടലിൽ വെക്കാൻ കാരണം ഇതിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നനയും. അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ നനയണ്ടെന്നുള്ള രീതിയിൽ ഒരു ജസ്റ്റ് ഒരു ഹാൻഡ് ബാഗ് മാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഡ്രസ്സ്, ടൈൽ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഐലൻഡ് ടൂറിന് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സ്വിം ചെയ്യാനും സ്നോർക്കിൾ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവർ. അതൊക്കെ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യേണ്ടതാണ്. കാരണം ഇതൊക്കെ നമ്മൾ എപ്പോഴും വരുന്ന കാര്യങ്ങളല്ലല്ലോ. വളരെ ബ്യൂട്ടിഫുൾ തന്നെയാണ് ആ ലൊക്കേഷനൊക്കെ. അങ്ങനെ നമ്മൾ മങ്കി ബീച്ച്, വൈക്കിംഗ് കേവ്, പിപ്പി ലേ, ലോ സാമോ ബേ, അത് കഴിഞ്ഞ് നമ്മൾ മായാബേയുടെ ഭംഗി അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഈ നേരിട്ട് കാണുന്ന ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണിന് അത്രയും നമുക്കത് ഒരിക്കലും മറക്കാനാവില്ല. കാരണം അത്രയും രസമാണ് അവിടെ കാണുന്നത്. നമ്മൾ എന്തായാലും നമ്മുടെ ലൈഫിൽ ഒരാളും മിസ് ചെയ്യാൻ പാടാത്തൊരു സ്ഥലമാണ്. നമ്മൾ എന്തായാലും ഇവിടെ തായ്ലൻഡിൽ വരാണെങ്കിൽ മായാബേ മസ്റ്റായിട്ടും കവർ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്ന ആ ഒരു മായാബേയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ബീച്ചും അവിടുത്തെ ആ ഒരു നീല കളറും വെള്ള കളറും മണലും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ അവിടെ സ്നോർക്ലിങ്ങിനൊക്കെ ഇറങ്ങി. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്യും ഒരു സ്നോർക്ലിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് മീനുകളും കാര്യങ്ങളൊക്കെ കാണും. അങ്ങനെ മായാബേയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അവിടെ കുറച്ച് നടക്കാനുള്ള സ്ഥലമുണ്ട് ഒരു ഐലൻഡ്. അവിടെ നമുക്ക് റെസ്റ്റ് റൂം, പിന്നെ അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, റിഫ്രഷ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ചെറിയൊരു ഐലൻഡാണ് മായാബേ ഐലൻഡ്. അപ്പോൾ ഐലൻഡിൽ നടന്നിട്ടാണ് നമ്മൾ ആ മായാബേ ഐലൻഡിലുള്ള ബീച്ചിൻ്റെ നല്ല ഭംഗിയുള്ള സ്ഥലത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ നമുക്ക് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ബോട്ടിലേക്ക് നടന്നെത്താൻ പറയാം. ഒരു ടൈം പറയാം, ആ ടൈമിൽ തിരിച്ചെത്താൻ പറയണം. അങ്ങനെ മായാബേ എല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്ന് ചില്ല് ചെയ്യാൻ മാംഗോ ഷേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കുടിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ടിൻ്റെ ലൊക്കേഷനിലേക്ക് എത്താണ്. അവിടെ ടൈം പറഞ്ഞിരുന്നു, ആ ടൈമിൽ നമ്മൾ തിരിച്ചെത്തണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നടക്കണം. അപ്പോൾ അവിടെ വളരെ വലിയൊരു ക്യൂ ആണ് തിരിച്ച് പോകുമ്പോൾ. കാരണം ഒരുപാട് ആൾക്കാർ ആ സമയത്ത് വന്നിട്ട് നല്ല ക്യൂ ആണ്. പിന്നെ ഈ ബീച്ചിൽ മറ്റൊരു കാര്യം പറയേണ്ടത്, ബീച്ചിൽ ഇറങ്ങാൻ അവർ സമ്മതിക്കില്ല. അവിടെ നല്ലൊരു ഗൈഡ് ഉണ്ട്. അയാൾ എപ്പോഴും നമ്മളെ അലേർട്ട് ചെയ്യും. കാരണം ഇറങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു അവിടെ എന്തെങ്കിലും ഡേഞ്ചേഴ്സ് ഉണ്ട് അതിൻ്റെതായ. അത് കാരണമാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൽ പറയേണ്ട ഒരു കാര്യം, പണ്ട് നമ്മുടെ വൈക്കിംഗ് കേവിൽ എന്ന് പറഞ്ഞാൽ ആ കേവിൻ്റെ അടിയിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒരു ബോട്ടൊക്കെ വെച്ച് പോകാനുള്ള ഒരു സർവീസസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ക്യാൻസൽ ചെയ്തു. കാരണം അവരത് നാഷണൽ പാർക്കായിട്ട് അത് എന്തോ ചെയ്തു. അപ്പോൾ അത് കാരണം അവിടേക്കുള്ള ആക്സസ് എല്ലാം അവർ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. പക്ഷെ ബോട്ട് കൊണ്ട് അവർ അതിൻ്റെ ഉള്ളിലേക്ക്, ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആ സർവീസസ് അവർ നിർത്തി വെച്ചേക്കാണ് ഇപ്പോൾ.
മായാ ബേയും അടിച്ചു പൊളിച്ച് അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് പിപ്പി ഐലൻഡിലേക്കുള്ള യാത്ര തുടങ്ങി. അങ്ങനെ പിപ്പി ഐലൻഡിൽ നിന്നാണ് നമുക്ക് റെയിലേ ബേയിലേക്കുള്ള ഫെറി ബുക്ക് ചെയ്തേക്കുന്നത്. ഫെറി ഒരു 3 മണിക്കായിരുന്നു, 2:30 റിപ്പോർട്ട് ചെയ്താൽ മതി. നമ്മൾ ഏകദേശം 1 മണി 1:15 പിപ്പി ഐലൻഡിലെത്തി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് ബാഗൊക്കെ എടുത്ത് അതിന് മുന്നേ നമ്മൾ തിരിച്ച് ഹോട്ടലിൽ ബാഗ് കൊടുത്ത സ്ഥലത്ത് പോയിട്ട് ഫ്രഷ് ആയി. അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ കുളിച്ച് നമ്മൾ ഫ്രഷായി ലഞ്ചൊക്കെ കഴിച്ച് നേരെ ഫെറി പിടിച്ചു. ഈ ഫെറി ഇത്രയും കൂടി നല്ല ഫെറി ആയിരുന്നു, ഇത്രയും കൂടി ലക്ഷറി ഫെറി ആയിരുന്നു. ഫെറി കൂടെ പോകുമ്പോ നമുക്ക് കുറെ ഐലൻഡ്സ് കാണാം. അങ്ങനെ നമ്മൾ ക്രാബി എത്തി ഗായ്സ്. യെസ് ഗായ്സ്, പക്ഷേ ആക്ച്വലി അത് ക്രാബി ആയിരുന്നില്ല, അത് റെയിൽവേ ബേയിലേക്കുള്ള പോർട്ടായിരുന്നു. അവിടെ എത്തിയിട്ടാണ് നമ്മൾ മനസ്സിലായത് അവിടേക്ക് പോകാൻ പിന്നെയും ഒരു ബോട്ട് പിടിക്കണമെന്ന്. കാരണം അവിടെ നമ്മുടെ ഫിപ്പിയിലെ പോലെ ഒരു പോർട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു കടലിൽ നിർത്തിയിട്ട് അവിടെ ഒരു ബോട്ട് വരും, ആ ബോട്ടിൽ നമ്മൾ കയറിയിട്ട് നേരെ നമ്മൾ റെയിൽവേ ബേയിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ റെയിൽവേ ബേ ക്രാബിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ ക്രാബി റെയിൽവേ ബേ മാറി മാറി പറയുന്നത് റെയിൽവേ ബേ ക്രാബിയുടെ ഒരു ഭാഗമായ കാരണമാണ്. പക്ഷേ റെയിൽവേ ബേയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത റെയിൽവേ ബേയിലാണ്. അവിടെ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ്, ഒരു 5 സ്റ്റാർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തത് സ്റ്റേ ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് ഒരു ദിവസം മിസ്സായി, കാരണം പിപ്പി സ്റ്റക്ക് ആകാൻ. പക്ഷെ അത് പിപ്പി വളരെ ബ്യൂട്ടിഫുൾ ആക്കി എടുത്ത കാരണം കുഴപ്പമില്ല, അത് കോമ്പൻസേറ്റ് ആയി. അങ്ങനെ നമ്മൾ റെയിൽവേ ബേയിലെത്തി. അവിടെ നിന്ന് വേറെ ഫെറിയിൽ നിന്നും വേറെ ഒരു കുഞ്ഞു ബോട്ടിൽ നിന്നും റെയിൽവേ ബേയിലേക്ക് എത്തി. അങ്ങനെ റെയിൽവേ ബേ എത്തിയപ്പോഴാണ് ഗൈസ് നമുക്ക് മനസ്സിലായത് ഇത് ഇത്തിരി കൂടി ഒരു പീസ്ഫുൾ ആയിട്ടൊരു ഐലൻഡാണ്. നമ്മുടെ പിപ്പിയുടെ പോലെ അത്ര ക്രൗഡഡ് ഒരു പാർട്ടി വൈബൊക്കെ ഉള്ള ഐലൻഡല്ല, ഇവിടെ ഉണ്ട്. പക്ഷെ എന്നാലും ഇത്തിരി കൂടി പീസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി നേരെ നമ്മുടെ ഹോട്ടലിലേക്കുള്ള ദൂരമാണ് നടക്കുന്നത്. ഒരു വലിയ ഹോട്ടലായ കാരണം അത്യാവശ്യം കുറച്ച് ദൂരം നടക്കാണ്ടായിരുന്നു. പിന്നീട് മനസ്സിലായത് അവിടെ നമുക്കൊരു വണ്ടി കിട്ടുമായിരുന്നു, പക്ഷെ നമ്മളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ നടന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലൊരു അടിപൊളി 5 സ്റ്റാർ നല്ല അടിപൊളി ഒരു റെയിൽവേ ബേ ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പോകുന്ന വഴിയെല്ലാം നമുക്ക് നല്ല കൗതുകമായിട്ട് തോന്നി, കാരണം ആ ഒരു ഐലൻഡിൻ്റെതായ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. 4 ചുറ്റും വലിയ വലിയ മലകളും പിന്നെ നല്ല പച്ചപ്പൊക്കെ ആയിട്ടുള്ള സ്ഥലം. അങ്ങനെ നമ്മൾ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്ത് ഇവരുടെ വണ്ടിയിൽ നമ്മുടെ റൂമിലേക്കൊക്കെ കൊണ്ടാക്കി നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ പോവാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് വേറെ കാര്യം മനസ്സിലായത്. ക്രാബിൽ നിന്നും തിരിച്ച്, അതായത് റെയിൽവേയിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകാൻ ബോട്ട് വഴിയേ പോകാൻ പറ്റുള്ളൂ, റോഡ് വഴി വേറെ വഴിയില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഇവർ ഭാഗ്യത്തിന് നമ്മുടെ ഹോട്ടലുകാരൻ നമുക്കത് അറേഞ്ച് ചെയ്ത് തന്നു. കാരണം ഒരു ബോട്ട് സർവീസ് ബുക്ക് ചെയ്യണം, പിന്നെ ഫെറി, പിന്നെ അതുപോലെ തന്നെ ടാക്സി, ഇതെല്ലാം ഇവർ തന്നെ ഒരു പാക്കേജിൽ നമുക്ക് എടുത്തെന്ന് കാരണം കുഴപ്പമില്ല. കാരണം ഇവിടെ റെയിൽവേയിൽ വരുന്ന ആൾക്കാർക്ക് ക്രാബി എയർപോർട്ടിൽ പോയാലാണ് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. നമ്മളും തിരിച്ച് ക്രാബിൽ നിന്നും തിരിച്ച് പെർത്തിലേക്കുള്ളത്, അതായത് ക്രാബി ടു പെർത്തിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ക്രാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു. ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഐലൻഡിലേക്ക് ഒന്ന് വെറുതെ ഇറങ്ങി. തൊട്ടടുത്ത് തന്നെ റിസോർട്ടിൻ്റെ അടുത്ത്. അപ്പം വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡ് തന്നെയാണ്. നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ഐലൻഡിൻ്റെ കുറേ ഭംഗികളും കുറേ കേവുകളും പിന്നെ ബീച്ചും ഒരു പാർട്ടി വൈബ് തന്നെയാണ്. നമ്മൾ അവിടെ നേരെ അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ ചാടി, നമ്മുടെ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ ചാടി. അപ്പോൾ ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നേരെ നമുക്ക് ബീച്ചും കാണാം, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഐലൻഡ്സിൻ്റെ ഒരു ഇതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. വളരെ കുറച്ച് നേരം നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്വിമ്മിംഗ് പൂൾ തന്നെയായിരുന്നു. ഹീറ്റഡ് പൂളായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു അതിൽ എടുക്കാനായിട്ട്. അപ്പം നമ്മൾ രണ്ടുപേരും സ്വിമ്മിംഗ് പൂളിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളത് കഴിഞ്ഞ് രാത്രി നമുക്ക് ഫുഡ് കഴിക്കാന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങി. കുറച്ച് നേരം നമ്മളവിടെ നല്ലപോലെ റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ആ ഒരു ഈവനിങ് വൈബ് ശരിക്കും നല്ലൊരു രീതിയിൽ തന്നെ കിട്ടി നമുക്ക്. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷായി രാത്രി റെയിൽവേ ഐലൻഡ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നു വെച്ചാൽ. അപ്പോൾ അവിടെയും അത്യാവശ്യം ഒരു ഐലൻഡ് വൈബ് ഉണ്ട്. പക്ഷെ അവിടെ നമ്മുടെ പിപ്പിയിലുള്ള പോലെ ആ പാർട്ടി വൈബ് അല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐലൻഡാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ഐലൻഡൊക്കെ ഒന്ന് വാക്ക് ചെയ്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ച് ഇങ്ങനെ നടന്നു പോയി. അപ്പോൾ അതിനിടയിൽ ചെറിയൊരു മഴ കിട്ടിയാലും നമ്മൾ അത് രസമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ആ ഒരു സമയത്ത് ഐലൻഡിൽ നനഞ്ഞു പോകാൻ നല്ല അടിപൊളി വൈബായിരുന്നു. അങ്ങനെ നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുമെന്ന് അറിയാണ്ട് നടന്ന് കുറേ നമ്മൾ നടന്നു ഗൈസ്. അവസാനം നമ്മൾ എവിടെയോ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ നമ്മുടെ പൈനാപ്പിൾ ബിരിയാണി എന്ന് പറഞ്ഞിട്ട്, ചിക്കൻ ബിരിയാണി പൈനാപ്പിളിൽ വെച്ചിട്ട് ബിരിയാണി അങ്ങനത്തെ ഒരു ഐറ്റം, പിന്നെ വേറെ കബാബ്, അങ്ങനെ 3-4 ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിച്ച് വയറിറച്ച് നമ്മൾ അങ്ങനെ പിന്നെയും നമ്മൾ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് പിന്നെയും ആ വാക്കിംഗ് സ്ട്രീറ്റിലൂടെയൊക്കെ നടന്ന് പതുക്കെ റിലാക്സ് ചെയ്ത് നൈറ്റ് എന്തായാലും അവിടെ സ്പെൻഡ് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ നമ്മളവിടെ നടന്ന്
വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും പിപ്പിയും റെയിലും തമ്മിലുള്ളത്. റെയിൽ ഇത്തിരി കൂടി പീസ്ഫുൾ ആയിട്ടാണല്ലോ തോന്നുന്നത്. പിപ്പി പക്ഷെ ഇത്തിരി കൂടി ക്രൗഡഡും ഒരുപാട് ആൾക്കാരുകളും സൗണ്ടും ബഹളവും ഫയർ ഡാൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെയായിരുന്നു. ഇവിടെയും ഇപ്പോൾ പബ്ബൊക്കെ ഉണ്ടെങ്കിലും ഇത്തിരി കൂടി പീസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ നമ്മൾ ഐലൻഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് അന്നത്തെ ദിവസം റെസ്റ്റ് ചെയ്ത് ഏർലി മോർണിംഗ് ചെക്കൗട്ടുള്ള കാരണം റെസ്റ്റ് ചെയ്ത് കാലത്ത് എണീറ്റു. അങ്ങനെ കാലത്ത് എണീറ്റപ്പോഴാണ് വേറൊരു കൗതുകം ഉണ്ടായത്. നമുക്ക് ഈ നമ്മുടെ ബോട്ടിലേക്ക് പോകാനായിട്ട് ബോട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ വരെ വരില്ല. അപ്പം നമ്മൾ ഒരു ട്രാക്ടറിൽ നമ്മുടെ കടലിൽ കൂടെ അവർ ഓടിച്ചു കൊണ്ടുപോയി നമ്മുടെ ആ ബോട്ടിൽ ബോട്ടിൽ നിന്നാണ് പിന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാനുള്ള റോഡിൻ്റെ അവിടേക്ക് എത്തുന്നത്. അതൊരു കൗതുകമായിട്ട് നമ്മൾ തോന്നി. നമ്മളങ്ങനെ കടലിൽ കൂടെ ട്രാക്ടർ ഓടിച്ചിട്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അത് ഒരു വൈബ് തന്നെയായിരുന്നു ആ ട്രാക്ടർ നമ്മളെ കടലിൽ കൂടെ കൊണ്ടുപോകാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇവിടുത്തെ റിസോർട്ടിൽ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് വളരെ ലക്ഷറി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ട്രാക്ടർ വഴി ബോട്ടിൽ എത്തിച്ച് ബോട്ടിൽ നിന്നും പിന്നെ ഒരു ടാക്സിയിലേക്ക് ഉള്ള സ്ഥലത്ത് എത്തിച്ച് ഒരു അടിപൊളി ടാക്സി 5 സ്റ്റാർ നമ്മുടെ നാട്ടിലെ ആക്ടേഴ്സൊക്കെ പോണ പോലത്തെ ഒരു ടാക്സി, നമുക്ക് എല്ലാ സൗകര്യം ഉണ്ട്, മസാജ് അടക്കം ചെയ്യാനുള്ള സൗകര്യമുള്ള ഒരു ടാക്സിയിൽ നമ്മൾ നമ്മുടെ എയർപോർട്ടിലേക്ക് പോകാനാണ്. പോകുന്ന വഴിയെല്ലാം ഒരു ചെറിയ വിഷമമുണ്ടെങ്കിലും, ട്രിപ്പ് അവസാനിച്ച വിഷമമുണ്ടെങ്കിലും നമ്മൾ ആ ഒരു വണ്ടിയുടെ ആ ഒരു ഭംഗിയിൽ നമ്മളത് ആസ്വദിച്ച് എയർപോർട്ടിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ ഇത് ക്രാബി ഫുള്ളും ഈ ടാക്സിയിൽ, ലക്ഷറി ടാക്സിയിൽ നമ്മൾ ട്രാവൽ ചെയ്ത് ക്രാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ഓൺ ടൈമിന് എത്തി. നമുക്ക് കാലത്തായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ 8 മണിക്ക് എത്തി. നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്ത കാരണം 3 മണിക്കൂർ മുന്നേ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാണ് ഗൈസ് ക്രാബി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അവിടെ കുഴപ്പമില്ലാത്തൊരു എയർപോർട്ട് തന്നെയാണ്. അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് അവിടെ എന്തെങ്കിലും നമുക്ക് സാധനങ്ങൾ ഓർമ്മയ്ക്ക് വാങ്ങാനാണ് നമ്മൾ നടക്കുക. അങ്ങനെ ഒരുപാട് വിഷമത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുവിധം നമ്മൾ തായ്ലൻഡ് പോയതൊക്കെ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ഒരുപാട് കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.